നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ബിജെപിയുടെയും എൻഡിഎയുടെയും നിലപാട് 8 തവണ UDFന്റെ കുത്തകയാക്കിയിരുന്ന നിലമ്പൂർ മണ്ഡലം ചെറിയ ഇടവേളയ്ക്ക് ശേഷം അവർ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും UDFന്റെ വിജയമായിട്ട് ഇത് കണക്കാക്കാൻ സാധ്യമല്ല. മറിച്ച് LDFന്റെ വോട്ട് ഗണ്യമായിട്ട് കുറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ അതിതീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കോൺഗ്രസിനും UDFനും ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ആര്യാടൻ ഷൗക്കത്തിന് UDFന് നിലമ്പൂരിൽ വിജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നിലമ്പൂരിൽ ഉണ്ടായത് UDFന്റെ വിജയമല്ല, LDFന്റെ പരാജയമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയമായിട്ട് വേണം കണക്കാക്കാൻ. UDFും LDFും മത തീവ്രവാദ സംഘടനകളുമായിട്ട് പരസ്യമായിട്ട് സഖ്യമുണ്ടാക്കി. രണ്ടുപേരും വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ തീവ്രവാദ വർഗീയ രാഷ്ട്രീയ പ്രചരണമാണ് നടത്തിയത്. പക്ഷെ എന്നിട്ടും UDFന് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനത്തിലും വോട്ടിന്റെ എണ്ണത്തിലും കുറവുണ്ടായി. അതേപോലെ തന്നെ LDFനും അവരുടെ വോട്ടിന്റെ എണ്ണത്തിൽ ശതമാനത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടായിട്ടുണ്ട്. ഈ മതതീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചിട്ടും 2021 വോട്ടിംഗ് ശതമാനമോ വോട്ടിന്റെ എണ്ണമോ രണ്ട് മുന്നണികൾക്കും നിലനിർത്താൻ സാധിച്ചില്ല. മറിച്ച് BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ടും അതേപോലെ തന്നെ വോട്ടിംഗ് ശതമാനത്തിലും വർധനവ് വരുത്താൻ സാധിച്ചു. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDFനും UDFനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വോട്ടിന്റെ എണ്ണത്തിലും വോട്ടിംഗ് ശതമാനത്തിലും കുറവുണ്ടായ സമയത്ത് വോട്ടിന്റെ എണ്ണത്തിലും വോട്ടിംഗ് ശതമാനത്തിലും വർധനവ് വരുത്തിയിട്ടുള്ള ഏക രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയും BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ മുന്നണിയുമാണ്. മറ്റൊന്ന്, ഏതാണ്ട് UDFന് കഴിഞ്ഞ തവണത്തേക്കാൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 1440 വോട്ട്, ഇപ്പൊ കിട്ടിയ കണക്കനുസരിച്ചാണ് ഞാൻ പറയുന്നത്, വോട്ട് കുറവാണ്. സ്വാഭാവികമായ ശതമാനത്തിലും കുറവുണ്ട്. LDFന് 15,065 വോട്ടിന്റെ കുറവ് ഇപ്പോൾ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കുറവ് കുറച്ചുകൂടി വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല നമ്മൾ നോക്കേണ്ടതുണ്ട്, അവിടെ UDFന്റെ LDFന്റെ പ്രചരണത്തിന് വേണ്ടി മുഖ്യമന്ത്രി വന്നു, MPമാർ MLAമാർ കേരളം മുഴുവൻ നേതാക്കന്മാര് ബൂത്ത് അടിസ്ഥാനത്തിൽ യാത്ര ചെയ്തു, വർഗീയത പ്രചരിപ്പിച്ചു. നായരെ വീട്ടിൽ നായര്, ഈഴവന്റെ വീട്ടിൽ ഈഴവൻ, ഈ തരത്തിൽ തനി ജാതീയതയും വർഗീയതയും മതവുമാണ് LDFും UDFും അവിടെ ചർച്ചയാക്കി മാറ്റിയത്. അവർ പ്രചരണ തന്ത്രം അതായിരുന്നു. പ്രിയങ്ക ഗാന്ധി വന്നു, കോൺഗ്രസിന്റെ UDFന്റെയും MLAമാർ MPമാർ മുഴുവൻ തന്നെ 19 ദിവസം ക്യാമ്പ് ചെയ്ത് എന്നിൽ പ്രവർത്തിച്ചു. എന്നിട്ടും അവിടെ വോട്ടിന്റെ എണ്ണത്തിലോ അല്ലെങ്കിൽ ശതമാനത്തിലോ വർധന വരുത്തിയില്ല. മാത്രമല്ല 2021 ജമാഅത്ത് ഇസ്ലാമി UDFന്റെ കൂടെ ഉണ്ടായിരുന്നില്ല, PDP LDFന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇത്തവണ ഈ വോട്ടൊക്കെ ചേർന്നിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ LDFന്റെയും UDFന്റെയും ജനപിന്തുണ കുറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഭാവി കേരളത്തിൽ LDFനും UDFനും ജനപിന്തുണ കുറയുന്നു എന്നുള്ളതിന്റെ ഒരു സന്ദേശമാണ് നിലമ്പൂരിലെ ജനങ്ങൾ നൽകുന്നത്. മാത്രമല്ല ഇവരുടെ എല്ലാ പ്രചണ്ഡമായ പ്രചരണം, അതുപോലെ തന്നെ LDFന്റെ ഭരണ ദുർവിനിയോഗം, UDFന്റെ കോടികളുടെ പണം ഒഴുക്കൽ,
ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് വികസനത്തിന്റെ രാഷ്ട്രീയം നിലമ്പൂരിൽ ഞങ്ങൾ അവതരിപ്പിച്ചത്, ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ആ വികസനത്തിന്റെ രാഷ്ട്രീയത്തെ ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ ഫലത്തിന് നമുക്ക് ഈ വിധി എഴുത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കാണുന്നത് ഇനി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF ആവട്ടെ UDF ആവട്ടെ ഈ മത തീവ്രവാദികളുമായുള്ള മതഭീകരവാദികളുമായുള്ള ഇവിടെ ബന്ധം ഒരുപക്ഷെ ആവർത്തിക്കും. പക്ഷെ ഞങ്ങൾ ഈ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പാക് തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധം അതിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ തന്നെ ഞങ്ങൾ പ്രചരണം നടത്താൻ വേണ്ടി പോവുകയാണ്. കോൺഗ്രസ് പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് നിലമ്പൂരില് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പഹൽഗാം കൂട്ടക്കൊലയെ അപലപിക്കാത്ത, ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിക്കാത്ത രണ്ട് സംഘടനകളാണ് ജമാഅത്ത് ഇസ്ലാമിയും PDPയും. ഈ കാരണം അവരുടെ പാക് വിധേയത്വമാണ്. ആ രണ്ട് സംഘടനകളെയുമാണ് ഒരു കേവലം 7 മാസത്തെ MLAക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് കൂട്ടുപിടിച്ചത്, മാർക്സിസ്റ്റ് പാർട്ടി കൂട്ടുപിടിച്ചത്. ഇതിനെതിരായിട്ട് രാഷ്ട്രീയ കേരളം പ്രതികരിക്കും, പ്രതിഷേധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങള് ഈ നിലമ്പൂരിലെ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ LDFനും UDFനും എതിരായിട്ടുള്ള തീവ്രവാദ സംഘടനകളുടെ അവർ കൂട്ടുകൂടിയതിനെതിരായിട്ട് വികസനത്തെ എല്ലാ അർത്ഥത്തിലും വിസ്മരിക്കുന്ന വികസന വിരുദ്ധത ഞങ്ങൾ ഈ രണ്ട് മുന്നണികളെയും വികസന വിരുദ്ധത ഞങ്ങൾ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവതരിപ്പിക്കാനുള്ള പ്രേരണയും പ്രചോദനവും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ BJPക്കും NDAക്കും ലഭിക്കുന്നു. അതുകൊണ്ട് BJPയുടെയും NDAയുടെയും ഈ വികസനത്തിന്റെ രാഷ്ട്രീയത്തിന്, ദേശീയതയുടെ രാഷ്ട്രീയത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഇത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ഞങ്ങൾക്ക് കൂടുതൽ വിജയം കരസ്ഥമാക്കാനുള്ള പ്രേരണയായി, പ്രചോദനമായിട്ട്, അടിത്തറയായിട്ട് ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മറ്റൊരു വിലയിരുത്തൽ നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പൊ കഴിഞ്ഞ 2021 BJPയും NDAയും നിലമ്പൂരിൽ കേരളത്തിൽ എല്ലായിടത്തും രണ്ട് മുന്നണികൾക്കും എതിരായിട്ടാണ് ഞങ്ങൾ പ്രചരണം നടത്തിയത്. അവരുടെ വികസന വിരുദ്ധത, ജനാധിപത്യ വിരുദ്ധത, രണ്ട് മുന്നണികളിൽ തീവട്ടിക്കൊള്ള, ഇതിനൊക്കെ എതിരായിട്ട് ഞങ്ങൾ പ്രചരണം നടത്തി. നിലമ്പൂരിലും പ്രചരണം നടത്തി. LDFനും എതിരായിട്ട് UDFനും എതിരായിട്ടുള്ള ഒരു ജനവിധിയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ വോട്ട്. പക്ഷെ ഇപ്രാവശ്യം നിലമ്പൂരില് LDFനും UDFനും എതിരായിട്ട് പ്രചരണം നടത്താൻ, മത്സരിക്കാൻ, പ്രചരണം നടത്താൻ രണ്ട് സ്ഥാനാർത്ഥികളുണ്ടായി. ഒന്ന് NDAയുടെ സ്ഥാനാർത്ഥി, രണ്ടവിടെ നിലമ്പൂരിലെ ഈ കഴിഞ്ഞ 21 വിജയിച്ച അൻവർ ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരും ആർക്കെതിരായിട്ടാണ്? രണ്ടുപേരും LDFനും UDFനും എതിരായിട്ടാണ് അവിടെ പ്രതികരിച്ചത്, പ്രചരണം നടത്തിയത്, എല്ലാം നടത്തിയത്. അപ്പൊ LDFനും UDFനും എതിരായിട്ട് 2021 NDA കിട്ടിയ വോട്ട് മാത്രമാണ് ഉണ്ടായതെങ്കിൽ LDFനും UDFനും എതിരായിട്ട് ഇത്തവണ ഏതാണ്ട് 20% ആളുകൾ വോട്ട് ചെയ്തു. അൻവറും NDAയും ഒരേ മുന്നണിയിലല്ല മത്സരിച്ചത്. സത്യം, ഞങ്ങൾ തമ്മിൽ യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ രണ്ട് വോട്ടും എന്ന് പറയുന്നത് UDFനെതിരായുള്ള വോട്ടാണ്, LDFനെതിരായിട്ടുള്ള വോട്ടാണ്. ഒരു 30,000 ആളുകൾ രണ്ട് മുന്നണികൾക്കും എതിരായി വോട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 20% ആളുകൾ രണ്ട് മുന്നണികൾക്കും എതിരായി വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രണ്ട് മുന്നണികൾക്കും ഇപ്പം അൻവർ ഞങ്ങള് VD സതീശനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഞങ്ങള് ഒരേ മുന്നണിയിലെ ഘടകകക്ഷിയായിട്ടാണ് കണ്ടത്. മുഖ്യമന്ത്രിക്ക് ജനരോഷം, മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്ന ജനരോഷത്തെ തടയാനുള്ള കവചമാണ് VD സതീശൻ. ഇതാണ് ഞങ്ങൾ ആരോപണം. പക്ഷെ ഇതേപോലെ തന്നെയാണ് അൻവർ പറഞ്ഞത്. പിണറായിസം 75% പിണറായിയാണ് VD സതീശൻ എന്നാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഫുൾ പിണറായിയാണ് സതീശൻ എന്നാണ് ഞങ്ങളെ കാഴ്ചപ്പാട്. അൻവർ പറഞ്ഞത്
70% പിണറായിയാണ്, വി ഡി സതീശനാണ്. അതിനർത്ഥം രണ്ടുപേർക്കെതിരായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരുടെയും പ്രചരണം. വ്യത്യസ്ത രീതിയിലായിരിക്കാം, ഞങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ എൽ ഡി എഫിനും യു ഡി എഫിനും ഞങ്ങളുടെ രണ്ടുപേരുടെയും വോട്ട് എൽ ഡി എഫിനും യു ഡി എഫിനെതിരായ വോട്ടാണ്. അപ്പൊ കേരളത്തില് ഒരു 20%-ലധികം ആളുകൾ ഇരു മുന്നണികൾക്കും വിധി എഴുതാൻ തയ്യാറാകുന്നു. നേരത്തെ ഇത് ഒരു 4% ഇന്നത് 20%-ലധികം അത് ഉയർന്നിരിക്കുന്നു. അപ്പൊ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കൗണ്ട് ഡൗൺ നിലമ്പൂരിലൂടെ ആരംഭിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വികസനത്തിന്റെ രാഷ്ട്രീയം മലയാളികൾക്ക് മുന്നിൽ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജനവിധി തേടും. ജനങ്ങൾ NDAയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഈ പ്രാഥമികമായ വിലയിരുത്തലിലൂടെ പറയാൻ സാധിക്കുന്നത്.